ദിവസങ്ങളിൽ കാണാതായ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ ആ കുട്ടി അസം ബാലികയുടെ അരികിലേക്ക് കേരള പോലീസ് സംഘം ഇന്ന് എത്തുകയാണ്. CWCയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകാതെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് നീക്കം. മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്നതിൽ ബാലികയുടെ മൊഴിയെടുത്ത ശേഷമാകും തീരുമാനമുണ്ടാവുക. അസം സ്വദേശിനിയായ 13 വയസ്സുകാരി തസ്മിക് തംസിമിനെ തിരികെ വിശാഖപട്ടണത്ത് നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി 5 അംഗ പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് വൈകുന്നേരത്തോടെയായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. വിശാഖപട്ടണത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടിയെ അവിടെ നേരിൽ കണ്ട് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മലയാളി സമാജം ഒരുക്കുന്ന ഒരു സ്നേഹവിരുന്നിൽ കൂടി പങ്കാളികളായതിനു ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കും അവർ വിജയവാഡയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായി നാട്ടിൽ അവളെ എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി തുടർന്ന് അവളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾക്കൊപ്പം അവളെ വീട്ടിലേക്ക് വിടണോ, കഴക്കൂട്ടത്തേക്ക് തന്നെ വിടണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ ശിശുക്ഷേമ സമിതിയെ കുട്ടിയെ ഏൽപ്പിക്കണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. സ്വാഭാവികമായി ഈ വീട്ടിലുണ്ടായിരുന്ന അൻവർ ഹുസൈൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് വീട് വിട്ടു പോകാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അവൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായി ആ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയെ നാട്ടിൽ എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും പ്രധാനമാകാൻ പോകുന്നത് പെൺകുട്ടി കേരള പോലീസിന് നൽകുന്ന മൊഴിയായിരിക്കും. അതിനുവേണ്ടി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അവളെ വിട്ടു നൽകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഹുസൈൻ അടക്കമുള്ള പിതാവടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉള്ളത്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയുടെ മൊഴി പരിഗണിച്ച് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. അതാണ് ഡാൻ പറഞ്ഞതുപോലെ കുട്ടിയുടെ മൊഴി ഇനിയുള്ള നീക്കങ്ങളിൽ നിർണായകമാണ്. കാരണം എനിക്ക് അവരുടെ കൂടെ പോകണ്ടെന്ന് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ചൈൽഡ് ലൈനിലേക്ക് ഏൽപ്പിക്കുകയും പിന്നെ കൗൺസിലിങ്ങിനൊക്കെ ശേഷം അല്ലെങ്കിൽ അന്വേഷണത്തിനൊക്കെ ശേഷമാകും വിടുക എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ അശ്വതി വാർത്ത വായിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചിരുന്നു ഇത് കണ്ടിട്ട് ആരും അങ്ങനെ ചെയ്യരുതെന്ന്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്തരം ഒരു ആലോചന വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വിദഗ്ധയൊക്കെ നമ്മളൊപ്പം ചെയ്ത് അതായത് മാനസികാവസ്ഥ വല്ലാത്ത മാനസികാവസ്ഥയാണ് എൽദോ. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിക്കായിരുന്നു 40 രൂപയാണ് ആകെ കയ്യിലുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ 40 രൂപ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോലും ഇറങ്ങില്ല. കാരണം അതുകൊണ്ടൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഇവർക്ക് വരും വരായികൾ ഒന്നും അറിയാത്തൊരു പ്രായം ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവസാനം ഉണ്ടായിരുന്നത് ഒരു സംഘത്തിനൊപ്പമായിരുന്നു. കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെന്ന് നമുക്ക് പേടി തോന്നുന്നു. വളരെ നിർണായകമായ സമയത്താണ് രക്ഷപ്പെടുത്താൻ. കാരണം അവര് ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മകളാണ് എന്ന് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുകൊണ്ട് വഴക്ക് പറയാതിരിക്കുക അങ്ങനെ ഒന്നുമല്ല, നല്ലൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും സംസാരിക്കാനുള്ള സാഹചര്യം ഈ വാർത്ത കാണുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയൊരു ആശങ്കയുണ്ടാവും. അയ്യോ നമ്മളും വഴക്ക് പറയുന്നതാണല്ലോ കുഞ്ഞുങ്ങളെ എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ല. എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഒരു അതിഥി രാവിലെ ചേരും അല്ലെ? അഡ്വക്കേറ്റ് ഗ്ലോറിയാണ് അല്ലെ? അതെ, ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമാണ് അഡ്വക്കേറ്റ് ഗ്ലോറി. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വലിയ ആശങ്കയിൽ നിന്നും ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആസാമി പെൺകുട്ടി പോയപ്പോൾ നമ്മൾ വലിയ സങ്കടത്തിലായിരുന്നു. ഞങ്ങൾ മാധ്യമങ്ങൾ മറ്റു വാർത്തകളെല്ലാം ഉപേക്ഷിച്ച് അതിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. എന്തായാലും സുരക്ഷിതയാണ് എന്ന് അറിയുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അന്ന് ആ വാർത്ത കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ചിലപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ആഹാ കൊള്ളാലോ ഹീറോ ആണല്ലോ ഇന്നത്തെ എന്ന് വിചാരിച്ച് ഇനി ഇറങ്ങി പോകുമെന്നൊക്കെയുള്ള പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് പറയുന്നുമുണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ഒരു അന്തരീക്ഷം നന്നാക്കാൻ, വീട്ടിലെ അന്തരീക്ഷം നന്നാക്കാൻ കുട്ടികൾ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ആ കുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസകരവും സന്തോഷപ്രദവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് കുറച്ച് സമയം ചർച്ചയ്ക്കുള്ളൂ. അതുകൊണ്ട് ചില കാതലായ ഭാഗങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അവിടുന്ന് അത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി മിക്കവാറും മിസ്സിംഗ് കേസിന് എഫ്ഐആർ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഹാജരാക്കി കുട്ടീനെ അവര് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. കാരണം കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നതും കുട്ടി ഇവിടെയുള്ള കുട്ടിയായിരുന്നു.
അപ്പൊ ഈ സ്റ്റേറ്റിൽ താമസിക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്തുകൊണ്ട് തടഞ്ഞുകൂടാന്നുള്ളതാണ്. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷെഫീഖ് കമ്മിറ്റിയെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഷെഫീഖ് എന്ന് പറയുന്ന ഒരു ബാലൻ കുട്ടിയുടെ മാതാപിതാക്കളാൽ, രണ്ടാനച്ഛൻ രണ്ടാനമ്മ അങ്ങനെയുള്ള ആളുകളാൽ ആക്രമിക്കപ്പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കിടന്ന് പിന്നീട് നമ്മുടെ സർക്കാർ തന്നെയാണ് ആ കുട്ടിയെ ഏറ്റെടുക്കുന്നതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഗാർഹിക അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് നേരിടുന്ന ഈ പീഡനങ്ങളെ, അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഷെഫീഖ് കമ്മിറ്റി, അതിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു സർക്കാർ. അത് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്റെ ബേസിൽ ആ പേര് മാറ്റിയിട്ട് ബാലസുരക്ഷ എന്നുള്ളതാണ്. ബാലസുരക്ഷ പ്രോട്ടോകോൾ 2014 ഡിസംബറിൽ തന്നെ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ അതൊരു കോൾഡ് സ്റ്റോറേജിൽ ഇപ്പോഴും ആണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. വ്യക്തമായിട്ട് ഞങ്ങളൊക്കെ അന്ന് കമ്മീഷനിൽ ഇരുന്ന ഒരു സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തുകയും വ്യക്തമായിട്ട് നമുക്ക് താഴെ തട്ടിൽ മുതൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. അത് ബാലസുരക്ഷാ പ്രോട്ടോകോൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് വിവിധ വകുപ്പുകളുടെ, സാമൂഹ്യനീതി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇവിടെയൊക്കെ ഒരു ഏകോപനം ആവശ്യമാണ്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സെക്കൻഡറി ലൈൻ ഓഫ് പ്രിവെൻഷൻ പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ടും പറയുന്നത് നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള ഫാമിലിയെ ഫോക്കസ് ചെയ്തിട്ട് അവിടെയുള്ള അന്തരീക്ഷത്തിൽ ഉള്ള കുട്ടികളെ നമ്മൾ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ വൾണറബിൾ എന്ന് ഉദ്ദേശിക്കുമ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഫാദേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ് ഉള്ള ഫാമിലീസ്, കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആയിട്ടുള്ള അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉള്ള ഫാമിലീസ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവര്, സാമ്പത്തികമായി വളരെയധികം പരാധീനതയിലുള്ള ഫാമിലീസ്, മറ്റ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്ന കുടുംബങ്ങള്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ മറ്റു കാര്യങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുവാനായിട്ട് അവരെ കൊണ്ട് തന്നെ സാധിക്കാത്ത സാഹചര്യങ്ങളിലൊക്കെ ഒരു വൾണറബിലിറ്റി മാപ്പിംഗ് നടത്തണമെന്നുണ്ട്. അതിന് അംഗൻവാടി വർക്കർ മുതൽ മുകളിലേക്കുള്ള സംവിധാനങ്ങൾ വരെ. അപ്പോൾ ഇപ്പൊ ഈ കാര്യത്തിൽ പഞ്ചായത്തിന് വലിയ റോളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാമിലീസിനെ ഇതുവരെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അന്ന് ആ റിപ്പോർട്ടിൽ എത്രയോ ആയിരക്കണക്കിന് ഫാമിലീസ് ഇത്തരത്തിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മറ്റു ജില്ലകളിലും അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് സംവിധാനങ്ങൾ പലതുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് വലിയൊരു സങ്കടം നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വളരെ ശക്തമായിട്ടുള്ള വളരെ നല്ല ഒരു കാര്യമാണ് ഈ ബാലസുരക്ഷാ പ്രോട്ടോകോൾ. വിവിധ വകുപ്പുകളുടെ ഏകോപനങ്ങൾ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതൊന്നും ഇല്ലാത്തതിന്റെ ഒരു ഉദാഹരണം കൂടി നമ്മൾ ഈ കേരളം അത്ര മോശമല്ല. കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യത്തില്, കുട്ടികളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു സംരക്ഷണത്തിന്റെ മേഖലയിൽ നമ്മൾ ഒന്നാമതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുടെ, വിവിധ സംവിധാനങ്ങളുടെ പരാജയം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഒന്നും കൂടെ അലേർട്ട് ആകേണ്ടതുണ്ട്. കാരണം കുഞ്ഞുങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ 40 രൂപയും കയ്യിൽ വെച്ചിട്ട് ഈ കുഞ്ഞൊരു ട്രെയിൻ കയറി പോകാന്ന് പറയുമ്പം, കാരണം കുട്ടികളാണ്, അവരുടെ മനസ്സിൽ പെട്ടെന്ന് അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ല. അവരുടെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് അവർ വന്നിട്ടില്ല. പ്രത്യേകിച്ചും ഒരു നല്ല ഗൃഹാന്തരീക്ഷമല്ല, സ്നേഹത്തിന്റെയും സംരക്ഷണത്തിന്റെ ഒരു ഗൃഹാന്തരീക്ഷം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിന് നമുക്ക് യാതൊരു തർക്കവും ഇല്ല. ഉറപ്പായിട്ടും ഗ്ലോറി സൂചിപ്പിച്ചത് നമ്മൾ എങ്ങനെ ഇതിനെ തടയാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ അതിനൊപ്പം ചോദിച്ചോട്ടെ, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലി, ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു വൾണറബിൾ ഫാമിലി അല്ലാത്ത ഇടങ്ങളിലും ഒരു പക്ഷേ കുട്ടികൾ ഈ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ ഒരു അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പൊ നമ്മൾ മാതാപിതാക്കൾക്ക് നൽകേണ്ട ഒരു മുൻകരുതൽ എന്താണ്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ, അവരെ നമുക്ക് ശകാരിക്കാതെ വയ്യല്ലോ. ശകാരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ അശ്വതി സൂചിപ്പിച്ചു അതൊരു സാധ്യതയല്ലേ എന്ന്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യും? ഇതൊരു ആശങ്കയല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഇപ്പം ഈ മാതാപിതാക്കളുടെ കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്
ഏറ്റവും അധികം സ്കിൽ ആവശ്യമുള്ള ഒരു മേഖലയായിട്ട് ഇന്ന് വരുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ട്. കാരണം പൊതുവെ പറയുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ എങ്ങനെ അവരെ നിയന്ത്രിക്കും, മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങള് ഒരു ടി-വിയിൽ എന്ത് കാണണമെന്ന് വരെ തീരുമാനിക്കുന്നത്, ഏത് ചാനൽ വെക്കണമെന്ന് തീരുമാനിക്കുന്നത്, റിമോട്ടിന്റെ കൺട്രോളും മുഴുവനും കുട്ടികളുടെ കയ്യിലാണ്. ആക്ച്വലി ആരാണ് കുട്ടികളെ എങ്ങനെ ആക്കുന്നത്? അതിന് പ്രധാനമായിട്ടും ഞാൻ തറപ്പിച്ചു പറയും, അനുഭവത്തിന്റെ വെളിച്ചത്തിലും മറ്റുള്ള ഒബ്സർവേഷനിലും എനിക്കത് പറയാനായിട്ട് സാധിക്കും, മാതാപിതാക്കൾ തന്നെയല്ലേ. അപ്പൊ നമ്മള് ചെറുപ്പം മുതൽ ഗർഭാവസ്ഥ തുടങ്ങി നമ്മള് കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ദിശാബോധം പാരന്റ്സിനുണ്ടാവണം. അത് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വയം അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കഴിവിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള നല്ല ഒരു അവബോധം പാരന്റ്സിൽ സൃഷ്ടിക്കണം. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്, നല്ലൊരു അന്തരീക്ഷത്തില് സ്നേഹത്തിന്റെയും പോസിറ്റീവായിട്ടുള്ള ഒരു ശിക്ഷണം, ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് അടിച്ച് ഇടിച്ച് അങ്ങനെ ഒരു ഫിസിക്കൽ അബ്യൂസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, അല്ലാതെയും നല്ല മനോഹരമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു പോസിറ്റീവ് ഡിസിപ്ലിന്റെ ഒരു സാഹചര്യത്തില് കുഞ്ഞുങ്ങള് നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല. കാരണം എന്തും കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏതെങ്കിലും ഒരു പാരന്റിന്റെ അടുത്ത്, അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ ഏകദേശം ഒരു 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ആ കുട്ടിക്ക് എന്തിനും അപ്രോച്ച് ചെയ്യാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം മാതാപിതാക്കൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പല സ്ഥലങ്ങളിലും ക്ലാസ്സുകളൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി മാതാപിതാക്കൾക്ക് അതിന് കഴിയുന്നില്ലേ, അധ്യാപകർക്ക് കഴിയണം. കാരണം മാതാപിതാക്കളിലും അധ്യാപകരിലും ഇല്ലാത്ത ഒരു നന്മയും ഒരു കുട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബാലാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത്, നമുക്ക് പ്രധാനപ്പെട്ട, താങ്കൾ പറഞ്ഞ പോലെ സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സംശയം ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഈ കുട്ടികളെ തനിച്ചാക്കി പോകുന്നത്, അത് മാതാപിതാക്കൾക്ക് പല സമയത്തും അങ്ങനെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്ന അവസ്ഥ, കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലാതെ വരുന്നു, അവരെ സേഫ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് വരെ പോകേണ്ട അച്ഛനമ്മമാരുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെയാണ് നമ്മുടെ ഫാസ്റ്റ് ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെയും സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും ആ കുട്ടി, ആ സമയത്ത് ആ കുട്ടിയും അനിയത്തിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ ഒരു അരക്ഷിതാവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ശരിയാണ്, അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങളാണ്. അതിപ്പോ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാർഡിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരത്തില് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു പ്രായം വരെ, അല്ലെങ്കിൽ നഴ്സറിയിൽ പോകുന്ന പ്രായം വരെ നമ്മൾ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ സ്റ്റേറ്റ് തന്നെ അത് പ്രിപ്പയർ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിൽ ഈ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടിക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടി പുറം വിട്ടു പോവില്ല. കാരണം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയല്ല. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ കുട്ടിക്ക് ആ സ്വന്തം വീട്ടിലൊരു അരക്ഷിതാവസ്ഥ തോന്നിയിട്ടുണ്ടാവണം ഏതെങ്കിലും തരത്തിൽ. അതിപ്പോ ആ കുട്ടിയെ കൗൺസിൽ ചെയ്തിട്ട് നമ്മൾക്കത് ഏതെല്ലാം തരത്തിലാണ് ആ കുഞ്ഞ് ആ വീട്ടിൽ നിന്നും ഒരു എന്താ പറയാ, തനിക്കൊരു വിഭിന്നമായിട്ടുള്ളൊരു ആളായിട്ട് തോന്നിയിട്ടുണ്ടാവും, അപരിചിതയായിട്ട് ആ വീട്ടിൽ തന്നെ തോന്നിയിട്ടുണ്ടാവും, തന്നെ ആരും ഗവനിക്കുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണം ആ കുട്ടിക്ക് താനേ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതാണ് പറയുന്നത്, കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ട് എപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മളൊന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറിപ്പോയാലും കുട്ടികൾ ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് വരില്ലേ. ഇനി കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ നമുക്കുണ്ടാകുകയാണെങ്കിൽ നമുക്കിപ്പോ എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ചൈൽഡ് ലൈൻ. 1098 വിളിക്കുക എന്നുള്ള ഒരു സംവിധാനം. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരമായിട്ടുള്ള അക്രമങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ, താൻ ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മൾക്ക് അപ്രോച്ചബിൾ ആയിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ 1098 നമ്മളിപ്പോ ഒരുപാട് പേർക്ക് ബോധവൽക്കരണത്തിനായിട്ട് പലയിടത്തും നമ്മൾ ഈ നമ്പറുകൾ കാണുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു നടപടി എങ്ങനെയാണ് മാം? ഒരു കുഞ്ഞ് 1098 വിളിച്ച് എനിക്ക് പരാതിയുണ്ട് എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു, ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കും? അതൊരു സെൻട്രലൈസ്ഡ് ഫോൺ, അത് ചൈൽഡ് ലൈനിന്റെ നമ്പറാണ്, ഓൾ നേഷൻ വൈഡ് ആയിട്ടുള്ള നമ്പറാണത്. അപ്പൊ അതിന്റെ ഒരു സെന്റേഴ്സിലേക്ക് ആ നമ്പർ പോയിട്ട് അത് ഏത് ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കാണോ അവിടേക്കാണ് ഇത് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യും. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ചൈൽഡ് ലൈനിന്റെ സെന്റേഴ്സിൽ നിന്ന് ആ വീട്ടിലേക്ക് ആളുകൾ വരും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പ്രൊആക്റ്റീവ് ആവും. അവർക്കിപ്പോ പെട്ടെന്ന് അതിനകത്തൊരു
ഭീകരതയോ അല്ലെങ്കിൽ എമർജന്റ് ആയിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ നിയറസ്റ്റ് ആയിട്ടുള്ള അത് ലൊക്കേറ്റ് ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിവരം കൊടുക്കും. അപ്പൊ അവര് തന്നെ ആ സ്പോട്ടിൽ ഓടിയെത്തുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് ചുറ്റും നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അവർക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ ഇനി കുട്ടിയെ അങ്ങനെ പിന്നീടുള്ള കുട്ടിയുടെ കാര്യങ്ങൾ എന്താണോ തീരുമാനിക്കേണ്ടത് അത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. റൈറ്റ്. അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ആണ് നമ്മോടൊപ്പം സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് സന്തോഷം ഇത്തരം കാര്യങ്ങൾ വിശദമായി പറഞ്ഞു വന്നതിന്. കാരണം നമുക്ക് വളരെ ആശങ്കയുള്ള ഒരു വിഷയമാണ് അല്ലേ. ഈ ഒരു കുട്ടിയുടെ ഈ വാർത്ത വന്നതിൻ്റെ സാഹചര്യത്തിലാണ് താങ്കളെ ബന്ധപ്പെട്ടതെങ്കിൽ പോലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു താങ്കളുടെ അഭിപ്രായ പ്രകടനങ്ങളും നിർദ്ദേശങ്ങളും. തിരുവനന്തപുരത്ത് കാണാതായ പെൺകുട്ടിയെ പറ്റി അറിഞ്ഞല്ലോ. നമ്മൾ തുടങ്ങി തന്നെ വിശാഖപട്ടണം നമ്മൾ കണ്ടെത്തിയത് മലയാളി സമാജത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീ NN പിള്ള മലയാളി അസോസിയേഷന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം മലയാളി സമാജത്തിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ NN പിള്ള, ഗുഡ് മോർണിംഗ്. ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു താങ്കളുടെ സമാജത്തിലെ പ്രവർത്തകരുടെ ഒക്കെ പ്രവർത്തനം. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കുഞ്ഞിപ്പോൾ സന്തോഷവതിയാണോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? എവിടെയാണ് കുട്ടിയുള്ളത്? എന്റെ പേര് NM പിള്ള എന്നാണ്. ഞാൻ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ എയിമ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമയുടെ പ്രസിഡന്റാണ്. ഞങ്ങള് ഇപ്പൊ ഇന്ന് ഞങ്ങൾ കുട്ടിയെ കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. പല സമയത്ത് ഞങ്ങൾ കയറി കണ്ടിരുന്നു. ഇപ്പോൾ കുട്ടി ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, കുഴപ്പമില്ല. ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പം കുട്ടിയുള്ളത്. ഒരു ഗേൾസിന് മാത്രമുള്ള ഒരു ഹോമാണ്. അവിടെയാണ് കുട്ടി സുരക്ഷിതയാണ്. ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്നും പോലീസ് ടീം ഒരു 3 മണിക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം. അവർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. ഇപ്പൊ കുട്ടിയുള്ളത് RPFന്റെ സംരക്ഷണയല്ലേ? അല്ല, ചൈൽഡ് വെൽഫെയർ, അതെ, നമ്മുടെ നാട്ടിലൊക്കെ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഇതിലാണ്. അപ്പൊ മോൾ ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാണോ പറയുന്നത്? നിങ്ങളോട് സംസാരിച്ചപ്പോ എന്താ മനസ്സിലായത്? അമ്മയ്ക്കും അച്ഛനും അടുത്തേക്ക് വരണമെന്നാണ്? കുട്ടിക്ക് ഞാൻ ഇന്നലെ ഞാനും എന്റെ വൈഫും കൂടെ കുറെ നേരം സംസാരിച്ചു കുട്ടിയോട്. അപ്പൊ കുട്ടി പറയുന്നത് അതിന് ആസാമിലേക്ക് പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവിടെ ആരാ ഉള്ളത്? ആസാമിൽ അവരുടെ ബന്ധുക്കളുണ്ടോ? അവര് താത്താന്ന് പറയുന്നു. എന്റെ കണക്കൂട്ടിൽ അത് അപ്പൂപ്പനും അമ്മമ്മയും ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ അവർക്ക് പഠിക്കണമെന്നും പറയുന്നുണ്ട്. കുട്ടിക്ക് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഈ അവിടെ പോയി കേരളത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഒരുപക്ഷെ അവൾ വന്നിട്ട് അധികം നാളായില്ല. ഇതിന്റെ ഒരു അന്തരീക്ഷമായി ചേർന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള കേരളത്തിലേക്ക് വന്നിട്ട്. ഈ സംസാരിച്ചപ്പോ തോന്നിയിരുന്നു അങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ മർദ്ദനമേറ്റിരുന്നു, അല്ലെങ്കിൽ നിരന്തരം മർദ്ദനമേറ്റിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ഒരു മർദ്ദനമല്ല. അവിടെ നിന്നും എനിക്ക് മനസ്സിലായത്, ഒരു വീട്ടിൽ നിന്ന് ചേട്ടന് കൊച്ചുങ്ങൾ തമ്മിലുള്ള വഴക്കിന് പേരൻസ് കയറി ഇടപെടുന്നു. അതിൽ കൂടുതൽ അമ്മ ഇൻവോൾവ് ആവാറുണ്ട്. അമ്മ അടിക്കാറുണ്ട് ഈ കുട്ടിയെ. അല്ലാതെ മർദ്ദനോ അങ്ങനെ ഒരു ക്രൂര പീഡനമോ ഒന്നും അല്ല. അപ്പൊ നമുക്കൊരു കൗൺസിലിംഗ് കൊടുത്താൽ നല്ല കുട്ടിയാക്കി ഒരു കൗൺസിലിംഗിന് കൊടുത്താൽ നല്ല കുട്ടി. ആ കുട്ടി നല്ല ബുദ്ധിമതിയാണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. അതിന് നല്ല അറിവുകളുണ്ട്. കുട്ടി ഇപ്പോൾ ചെന്നൈയിൽ വരുന്നു, ചെന്നൈയിൽ നിന്ന് അസാമിലേക്കുള്ള റൂട്ടിൽ പോകുന്നു. അപ്പൊ കുഞ്ഞിനെ അറിയാമായിരുന്നോ ഇങ്ങനെയൊക്കെ പോയാലാണ് അസാമിലേക്ക്? ഞാൻ ചോദിച്ചു അവള്, പക്ഷെ ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ അവള് ബുദ്ധിമതിയാ. അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന് അവിടുന്ന് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കയറി അവിടുന്ന് ഈ ട്രെയിനിൽ തന്നെ വരണമെങ്കിൽ കുറച്ചൊക്കെ അറിവ്. അതാ ഞാൻ പറഞ്ഞ കുട്ടി ബുദ്ധിമതിയാണ്, അറിവുണ്ട്. ഈ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു അപ്പൊ ഈ മണിക്കൂറുകളിലൊന്നും? കുട്ടിയുടെ കയ്യിലെങ്ങും പൈസ ഇല്ല. പുറത്തെങ്ങാണ്ട് ഇറങ്ങി ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചു എന്നും ഇല്ലെന്നും പറയുന്നു. അത് തന്നെ 2 രീതിയിൽ ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ളതാണ്, ആഹാരം ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ളതാണ് കുട്ടി ഞങ്ങളോട് പറഞ്ഞത്. അതെ, കുട്ടിയുടെ ആകെ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. 100 താഴെ രൂപയാണ്. 40 രൂപ ഉണ്ടായിരുന്നു, ചില്ലറ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കണ്ടെത്തിയ സമയത്തുള്ള അവസ്ഥ ഒന്ന് പറയാമോ? ആ സമയത്ത് ഈ കുട്ടിയാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഒന്ന് പറയാമോ? അതെ, ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 10 പേരാണ് ഒരു 3-4 ടീമായിട്ട് തിരിഞ്ഞ് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത്, ഏത് ട്രെയിൻ വന്നാലും വിശാഖപട്ടണത്ത് ഒരു 20 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. കാരണം അതിന്റെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് പോകണം. അപ്പൊ ഈ സമയം ഞങ്ങൾക്ക് കിട്ടി. എല്ലാ കോച്ചിലും ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ടീമിന് ഏറ്റവും മുന്നിൽ നിന്നാണ് ഈ കുട്ടിയെ മേളത്തെ സീറ്റിൽ കിടന്ന
ലഗേജ് വെക്കുന്ന അത് ഒരു സീറ്റ് ഉണ്ടല്ലോ മേളിൽ, അതിൽ കമന്ന് കിടന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് കണ്ടത്. അപ്പൊ ആ ഡ്രസ്സിന്റെ മറ്റേ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഡ്രസ്സിന്റെ കോഡ് കണ്ടാണ് ഞങ്ങൾ ആ കുട്ടി തന്നെയാണ് തീരുമാനിക്കുന്നത് അവളെ വിളിച്ചുണർത്തുന്നത്. വിളിച്ചുണർത്തി ഞങ്ങൾ അവിടെ നിന്നുള്ള ആൾക്കാരോട് ചോദിച്ചവൻ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ അപ്പുറത്തിരുന്ന ഒരു ടീം അവര് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ CRPF-കാരാന്നുള്ള പറഞ്ഞ് അവരെ കുറിച്ച് അവരെ ഇത് ചെയ്ത് കുറച്ച് ഉറച്ച് സംസാരിച്ചപ്പോ അവര് പറഞ്ഞല്ല ഞങ്ങളുടെ അല്ലെന്ന് അവർ പിന്മാറിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിയെ താഴെ ഇറക്കി CRPF-ന് കൈമാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശ്രമം കൂടെ അവിടെ ഉണ്ടായിരുന്നു, ആരുടെ അല്ലെങ്കിൽ ഞങ്ങളെ ആക്കാനുള്ളതല്ലേ? നമുക്ക് തന്നെ ആ കുട്ടിയെ എന്നാ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് അറിയാനൊക്കത്തില്ല. പിന്നെ രാത്രിയാവുകയാണ്, ഒറീസ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് പിന്നെ ട്രെയിന്. അപ്പം അന്ന് കിട്ടിയത് ആ കുട്ടിയുടെയും നമ്മുടെ മലയാളികളുടെയും ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടി ഭാഗ്യമാണ്. നിങ്ങൾ അവിടെ എത്തി കൃത്യസമയത്ത് തന്നെ കുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും നന്ദി പറയുകയാണ്, മലയാളികൾ ഒന്നടങ്കം. ഉറപ്പായും. ഒപ്പം തന്നെ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? എയിമ എങ്ങനെയാണ്? ആന്ധ്രയിലൊക്കെ വളരെ സജീവമായി എല്ലായിടത്തും ഇതുപോലെ രണ്ട് രീതിയിൽ. ഞാൻ ആദ്യം പറയട്ടെ, കേരള കലാസമിതി വിശാഖപട്ടണം ഒരു 50 വർഷം പഴക്കമുള്ള ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ എയിമ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. ഞാൻ ഈ രണ്ട് സംഘടനയിലും അംഗമാണ്. ഞാൻ ഈ കേരള കലാസമിതിയുടെ 6 വർഷം പ്രസിഡന്റായിട്ടിരുന്ന ആളാണ്. ഇപ്പം എയിമയുടെ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം ഞങ്ങളൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടിയും ഇവിടുത്തെ ലോക്കൽസിന് വേണ്ടിയും ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതൊരു ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഞങ്ങൾ.